ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ നൊസ്റ്റാൾജിയ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടുള്ള ഗോതമ്പ് മടക്ക് ദോശയാണ്. കുട്ടിക്കാലത്ത് ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിവിടെ ആദ്യം ഏലക്കയാണ് ചേർക്കുന്നത്, പിന്നെ ആവശ്യത്തിന് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ഒരു ദോശത്തവയോ ദോശക്കല്ലോ അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കുക. കൂട്ടത്തിൽ തന്നെ ഗോതമ്പ് പൊടി കലക്കുക. അത് നമ്മുടെ ഉഴുന്നുമാവിനേക്കാട്ടിലും നേർത്ത രീതിയിലാണ് ഗോതമ്പ് പൊടി കലക്കേണ്ടത്. ഞാനത് കലക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇല്ല. നന്നായിട്ട് ലൂസായി വേണം കലക്കാൻ. ഒഴിക്കുമ്പോൾ ഇങ്ങനെ പരന്ന് പോകണം ആ ഒരു വിധത്തിൽ. എന്നിട്ട് ചെറുതായിട്ട് അതൊന്ന് പരത്തി കൊടുക്കണം. ദോശത്തവ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് വിട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ദോശ ആദ്യത്തെ അങ്ങനെയാണ് സംഭവിച്ചത്. എന്നിട്ടത് തിരിച്ചു മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മുരിക്കണം. മുരിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ, കഴിവതും ആദ്യം പരത്തിയ സൈഡല്ലാതെ അടിവശത്ത് വരുന്ന സൈഡിലാണ് ഈ തേങ്ങാപ്പീരയും പഞ്ചസാര ഏലക്ക മിക്സ് വെക്കേണ്ടത്. അതിലേക്ക് നീളത്തിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ തേങ്ങ വെക്കാം. കൂടുതൽ തേങ്ങ വെച്ച് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങയും മധുരവും ചേർത്ത് കൂടുതൽ കഴിക്കാം. ഇത് ഈ ശർക്കര വെച്ച് കഴിക്കുന്നതിൽ നല്ലത് നമ്മുടെ ആ ഒരു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ കിട്ടണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വെച്ച് തന്നെ കഴിക്കണം. പഞ്ചസാര വെച്ചും ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത കൂട്ടിൻ്റെ ഒരു ഫ്ലേവർ ഒരിക്കലും വായിൽ പോകത്തില്ല. ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അപ്പം ഇതുപോലെ ഓരോ ദോശയും ചുട്ടെടുക്കണം. ഞാനിവിടെ 3 ദോശയാണ് ചുട്ടെടുത്തത്, ഗോതമ്പ് ദോശ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ ഗോതമ്പ് പൊടി കലക്കി ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിനിപ്പം ഇപ്പോഴെന്ത് പേരാ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അറിവിൽ ഇത് ഗോതമ്പ് മടക്ക് ദോശ എന്നായിരുന്നു കുട്ടിക്ക് പറയുന്നത്. കുഞ്ഞുനാളിലൊക്കെ പറയുന്നത് അങ്ങനെ ആയിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് മടക്ക് ദോശ എന്ന് പറഞ്ഞ്. വേറെ പേര് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വേറെ പേരെന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിതിന് ഗോതമ്പ് മടക്ക് ദോശ എന്നാണ് പറയാറ്. അങ്ങനെ ഓരോ ദോശയായിട്ട് ഞാനിത് ചുട്ടെടുത്തു. മാവൊഴിക്കുമ്പം തവ നന്നായിട്ട് ചൂടായിരിക്കണം. ഇല്ലെങ്കിൽ അത് വല്ലാതെ വിട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിനകത്തുനിന്ന്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതൊരു ഈസി സിമ്പിൾ റെസിപ്പിയാണ്. വൈകിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു എളുപ്പ റെസിപ്പിയാണ്. മൈദയിലും ഇത് ഉണ്ടാക്കാം. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. താങ്ക് യു.